ആക്സിസ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കൂടുതൽ ട്രാവൽ ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്സിസ് ബാങ്കിൻ്റെ ഒളിമ്പസ് ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൽ ഇൻ്റർനാഷണൽ സ്പെൻഡിങ്ങിന് നമുക്ക് പ്രത്യേകമായിട്ട് റിവാർഡ് പോയിന്റ്സും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ എലിജിബിലിറ്റി, ഫീച്ചേഴ്സ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഈ കാർഡിന് വരുന്ന യൂണീക്നെസ് എല്ലാം നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ കാർഡിൻ്റെ റിവാർഡ് സിസ്റ്റം എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ 100 രൂപ സ്പെൻഡിങ്ങിന് നമുക്ക് 2 എഡ്ജ് മൈൽ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇന്റർനാഷണൽ സ്പെൻഡിങ്ങിനാണ് നമുക്ക് ഓരോ 100 രൂപയ്ക്കും 2 എഡ്ജ് മൈൽസ് കിട്ടുന്നത്. നമ്മൾ ചെയ്യുന്ന നോർമൽ സ്പെൻഡിങ്ങിന് നമുക്ക് 1 എഡ്ജ് മൈൽ പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഇന്റർനാഷണൽ സ്പെൻഡിങ്ങിനാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കാർഡിൻ്റെ റിന്യൂവൽ ബെനിഫിറ്റ് നമുക്ക് നോക്കാം. 2500 എഡ്ജ് മൈൽ പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ITCയുടെയോ അല്ലെങ്കിൽ നമുക്ക് താജിൻ്റെയോ 10,000 രൂപ വർത്തായിട്ടുള്ള വൗച്ചറും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്ലിമെൻ്ററി നൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 3 നൈറ്റ് വരെയാണ് കോംപ്ലിമെൻ്ററി ആയിട്ട് ഈ ഒരു കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. സെലക്റ്റഡ് ആയിട്ടുള്ള റിസോർട്ട്സിലും അതുപോലെ തന്നെ ഹോട്ടൽസിലാണ് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമ്മളിനി ഇന്റർനാഷണൽ സ്പെൻഡിങ്ങിൻ്റെ കേസിൽ റിവാർഡ് പോയിന്റ്സിൻ്റെ കേസ് പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോറക്സ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ 1.8% ആണ് ഫോറക്സ് ചാർജ് വരുന്നത്. ഫോറക്സ് ചാർജ് നമ്മുടെ നിന്ന് പിടിച്ചാൽ തന്നെയായാലും നമുക്ക് റിവാർഡ് പോയിന്റ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് റിട്ടേൺസ് ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ കാർഡിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആക്കുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റി. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ് ആണ് ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 8 മീറ്റ് ആൻഡ് ഗ്രീറ്റ് സർവീസും കൂടി ഈ ഒരു കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സർവീസ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇയർലി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ 8 പ്രാവശ്യമാണ് നമുക്കിത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. 2 എയർപോർട്ട് ട്രാൻസ്ഫർ ഫെസിലിറ്റിയും കൂടി ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എയർപോർട്ട് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നമുക്ക് എയർപോർട്ടിൽ പോകാനായിട്ട് നമുക്ക് ക്യാബൊക്കെ ബുക്ക് ചെയ്യാനായിട്ട്, ലക്ഷറി ക്യാബ്സൊക്കെ ബുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഫെസിലിറ്റി വഴി നമുക്ക് സാധിക്കുന്നതാണ്. ഇയർലി നമുക്ക് 2 പ്രാവശ്യമാണ് ഈ ഫെസിലിറ്റി ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. കോംപ്ലിമെൻ്ററി ആയിട്ട് നമുക്ക് 8 ഗോൾഫ് ലെസൺസ് ഈ കാർഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ 50,000 രൂപ സ്പെൻഡിനും നമുക്ക് എക്സ്ട്രാ ഗോൾഫ് ലെസണും കൂടി ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഈ കാർഡിൽ വരുന്നുണ്ട്. ആക്സിസ് ബാങ്കിൻ്റെ ഒളിമ്പസ് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് മൂവി വൗച്ചർ ഓഫറും കൂടി വരുന്നുണ്ട്. 2 മൂവി ടിക്കറ്റ്സ് ആണ് നമുക്ക് പെർ മന്ത് കിട്ടുന്നത്. ഈ കാർഡിൻ്റെ ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് വരുന്നത് വളരെയധികം കൂടുതലാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 20,000 രൂപ പ്ലസ് GST ആണ് ജോയിനിങ് ആൻഡ് ആനുവൽ ഫീസ് വരുന്നത്. ടോട്ടൽ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 23,600 രൂപയാണ് പ്ലസ് ടാക്സ് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ആനുവൽ ആൻഡ് ജോയിനിങ് ഫീസ് വരുന്നത്. ഈ ഒരു കാർഡിൻ്റെ ഫീസ് ടോട്ടലി ഭയങ്കര ഹൈ ആണ്. 23,600 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കാർഡ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് ഈ കാർഡ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവരുടെ സ്പെൻഡിങ് അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. ആ ഒരു സ്പെൻഡിങ് ഒക്കെ ഈ കാർഡ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഫോറക്സ് ചാർജ് ഉണ്ടെങ്കിൽ പോലും നമുക്കിതിൻ്റെ റിവാർഡ് സിസ്റ്റം വളരെ ഹൈ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു 23,600 രൂപയൊക്കെ പേ ഓഫ് ചെയ്ത് കിട്ടാനായിട്ട് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൗഞ്ച് ആക്സസ് ഫെസിലിറ്റിയും അൺലിമിറ്റഡ് ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു കാർഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ യൂസേഴ്സിനാണ്. നമ്മളിനി നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ഇൻ്റർനാഷണൽ സ്പെൻഡിങ് ചെയ്യാൻ പറ്റുന്ന കാർഡുകൾ നിലവിലുണ്ട്. നമ്മൾ ആ ഒരു കാർഡ്സ് ആയിരിക്കും ഇനിയുള്ള വീഡിയോസിലൊക്കെ പറയുന്നത്. ഈ ഒരു കാർഡ് പ്രിഫർ ചെയ്യാനായിട്ടുള്ള കാര്യം, ഈ ഒരു കാർഡ് കിട്ടാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ബാക്കി ഞാൻ പറയുന്ന അടുത്തതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കാർഡുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കി നോക്കുക. ആക്സിസ് ബാങ്കിൻ്റെ ഒളിമ്പസ് ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് തീർച്ചയായിട്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുവഴി എടുക്കാനായിട്ട് മാക്സിമം നോക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.